പാർട്ടി നേതൃത്വത്തിനോട് നന്ദി പറയാണ്. ഒപ്പം പ്രവർത്തകരോട് നന്ദി പറയുന്നു. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതിന് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നതിൻ്റെ പാർട്ടി നേതൃത്വത്തിനോടാണ്. 2 ദിവസമായിട്ടുള്ളൂ നമ്മൾ പ്രസ്ഥാനം വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ഫീൽഡിലാണ്. ഇനി ഇലക്ഷൻ കഴിയോളം എന്നല്ല, ഞങ്ങൾ പൊതുവേ എല്ലാവരും ഫീൽഡിലുള്ളവരാണ്. പൊതു സാമൂഹ്യ പ്രവർത്തനത്തിനായി മുന്നോട്ട് എത്രയോ കാലങ്ങളായിട്ട് പോകുന്നവരാണ്. പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഈ സ്ഥാനാർത്ഥി അതിന് ശേഷം ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവരൊക്കെ എന്താണ്, എങ്ങനെയാണ് അവരുടെ നല്ല പ്രതികരണമാണ്. കാരണം നമ്മളിപ്പോൾ വന്നത് 10 വർഷക്കാലം നമ്മുടെ LDF സർക്കാർ ഭരിച്ചത് നല്ല രീതിയിലാണ്. നല്ല ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന സർക്കാരാണ്. അപ്പോൾ അത് നമ്മുടെ LDFൻ്റെ സർക്കാരാണല്ലോ. അപ്പോൾ നല്ല പ്രതികരണമാണ് എല്ലായിടത്തും നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി കോട്ടക്കൽ മണ്ഡലത്തിൽ 3ാം തവണ വരികയാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണോ? നടത്തിയിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നു. കാരണം വെച്ചാൽ നമ്മളെ LDF സർക്കാർ 10 കൊല്ലക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളും, നമ്മുടെ 140 മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരുവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ ഒരു സമഗ്ര വികസനങ്ങളും കൊണ്ടുവന്നിട്ടില്ല. തനതായ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അവർ ചെയ്തത്, ഇപ്പോൾ സ്കൂളിൻ്റെതൊക്കെ ആണെങ്കിൽ നമ്മുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു MLA എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ പ്രവർത്തനം കാഴ്ചവെക്കാൻ മുൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുന്ന സമയത്തും പ്രതികരണങ്ങൾ എല്ലാതും അവരിങ്ങോട്ട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ വനിത LDF സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ വനിതകളുടെയൊക്കെ സ്ത്രീകളുടെ പിന്തുണ, വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായും വനിതകളെന്ന് മാത്രമല്ല, നമ്മളെല്ലാ പ്രവർത്തകരും അല്ലാതെ എല്ലാ ജനങ്ങളും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് നല്ല പരിപൂർണമായ വിശ്വാസമുണ്ട്. ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത്. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 3ാമത് തുടർഭരണം LDF സർക്കാരിൻ്റെ വരുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തകരെ കണ്ടാലും നമ്മുടെ ജനാവലി കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസമുണ്ട്.